മുസ്ലിംകൾ ഭക്ഷണം കഴിക്കുന്നത് സംസാരിച്ചുകൊണ്ടായിരിക്കണം. കൂടുതൽ സംസാരിക്കണം എന്നല്ല, സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം. എന്ത് സംസാരാവേണ്ടത്? അത് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞു. ഹിക്കായത്തു സ്വാലിഹീൻ, ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നല്ല മനുഷ്യരുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസ്കാരിക്കാതിരിക്കുക എന്നത് അത് അജമുകളുടെ, പാശ്ചാത്യരുടെ സംസ്കാരമാണെന്ന് വരെ നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രോഗിയായ മനുഷ്യൻ അവൻ കരയുന്നത് നല്ലതല്ല. രോഗം വരുമ്പോ പരാതിപ്പെടുന്നതും കരയുന്നതും നല്ലതല്ല. മറിച്ച് പണ്ഡിതന്മാരെന്താ അവരോട് പറഞ്ഞത്? ജമൽ പറഞ്ഞു, ബുജൈരിമിൽ പറഞ്ഞു, എല്ലാ ഹാസ്യക്കാരും പറഞ്ഞു, ഒരാൾ രോഗിയായാൽ അവൻ മഹാന്മാരുടെ കഥകൾ കേൾക്കട്ടെ, മഹാന്മാരുടെ കഥകൾ വായിക്കട്ടെ. അത് അവന് വലിയ സമാധാനം കൊടുക്കും, അവന്റെ രോഗത്തിന്റെ ആ ടെൻഷൻ അങ്ങ് നീക്കം ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ചരിത്രങ്ങൾ കേട്ട് വായിച്ചു പഠിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അത് വലിയ ജീവിതമാണ്. നിങ്ങൾ കേട്ടു ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുറെ മനുഷ്യർ അവർ മരിച്ചുപോയിട്ടുണ്ട്, മൗത്ത, അവർ മരിച്ചുപോയിട്ടുണ്ട്. പക്ഷേ തഹയ്യൽ ഖുലൂബു ബിദിക്രിഹിം, അവരുടെ സ്മരണ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇപ്പോഴും ജീവൻ നിലനിൽക്കുന്നുണ്ട്. അവർ മരിച്ചുപോയവരാ, പക്ഷേ അവരെ പറയുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ജീവൻ വെക്കുക. തിരിച്ചു കുറെ മനുഷ്യന്മാരുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്, അവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ചത്തുപോവാ. അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്, ഒരു ഉപകാരമില്ലാത്തവരും. അപ്പൊ നമ്മൾ ആദ്യത്തെ കൂട്ടത്തിൽ പെടണം.